ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 27, ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ കോമ്പറ്റീഷനിലും കറണ്ട് അഫേഴ്സിന്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. നമുക്ക് തീർച്ചയായിട്ടും ഓരോ പരീക്ഷകളിലും ഇന്റർവ്യൂവിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് ഓഗസ്റ്റ് 27 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ എത്ര പുതിയ ജില്ലകൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചു? 5 ജില്ലകൾ. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ഓഗസ്റ്റ് 26 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചത് ലഡാക്കിൽ 5 പുതിയ ജില്ലകൾ സൃഷ്ടിക്കുമെന്നും ഈ ജില്ലകളാണ് സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്. സൻസ്കാർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് എന്നീ 5 ജില്ലകളാണ് ലഡാക്കിൽ ഇനിയിപ്പോൾ രൂപീകരിക്കാൻ പോകുന്നത്. ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ലഡാക്ക് എന്ന യൂണിയൻ ടെറിട്ടറി കേന്ദ്രഭരണ പ്രദേശം 2019 ഒക്ടോബർ 31 രൂപീകൃതമായിട്ടുള്ളത്. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം, ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് ലഡാക്ക് 2019 31 ഒക്ടോബറിന് രൂപീകരിച്ചിട്ടുള്ളത്. ലഡാക്കിന് 2 ക്യാപിറ്റൽസ് ആണുള്ളത്, ലേ, കാർഗിൽ. ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം 2024 ഓഗസ്റ്റ് 26 ഡൽഹിയിലേക്ക് മടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സിവിലിയൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറ. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പുതിയൊരു കാര്യം കൂടി, അതായത് ആദ്യത്തെ ഇന്ത്യയിലെ സ്പേസ് ടൂറിസ്റ്റ് എന്നൊരു പേര് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോപിചന്ദ് തോട്ടക്കുറയാണ്. ബ്ലൂ ഒറിജിൻ ന്യൂ ഷെപ്പേർഡ് 25 മിഷന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്ത് യാത്ര ചെയ്ത ഗോപിചന്ദ് തോട്ടക്കുറ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സിവിലിയൻ സ്പേസ് ടൂറിസ്റ്റ് ആയിട്ട് മാറി. ബ്ലൂ ഒറിജിൻസ് ന്യൂ ഷെപ്പേർഡ് 25 NS-25 എന്ന മിഷൻ ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ആമസോണിന്റെ ഫൗണ്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ജെഫ് ബെസോസ് ആണ്. ജെഫ് ബെസോസിന്റെയാണ് ബ്ലൂ ഒറിജിൻ ന്യൂ ഷെപ്പേർഡ് 25 എന്ന ഈ ഒരു മിഷൻ. ഇതിലൂടെ ഇന്ത്യയിലെ 2ാമത്തെ വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് സ്പേസ് യാത്ര ചെയ്തിട്ടുള്ളത്. ടൂറിസം എന്ന ലെവലിലാണെങ്കിൽ ആദ്യത്തെ വ്യക്തിയും അതല്ലെങ്കിൽ 2ാമത്തെ വ്യക്തിയാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് സ്പേസ് യാത്രകൻ എന്ന് പറയുമ്പോൾ അത് രാകേഷ് ശർമ്മയാണ്. 1984 ഇന്ത്യൻ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് രാകേഷ് ശർമ്മ. ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ 2001 ഡെന്നിസ് ടിറ്റോ ആണ് ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ്. 2024 ഓഗസ്റ്റ് 25 തന്റെ പോൾ വോൾട്ട് റെക്കോർഡ് വീണ്ടും തകർത്തത് ആരാണ്? അർമാൻ ഡുപ്ലാന്റിസ്. പോൾ വോൾട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ ആരായിരിക്കും ഏറ്റവും ടോപ്പ് ലെവലിൽ. അത് അർമാൻ ഡുപ്ലാന്റിസ് ആണ്. സ്വീഡിഷ് അമേരിക്കൻ പോൾ വോൾട്ടർ ആയിട്ടുള്ള അർമാൻ ഗുസ്റ്റാഫ് മോണ്ടോ ഡുപ്ലാന്റിസ് വീണ്ടും റെക്കോർഡ് തകർത്തു. ഓരോ ഈവന്റിലും റെക്കോർഡ് തകർക്കുന്ന ഒരു വ്യക്തി എന്ന ലെവലിൽ പറയുമ്പോൾ അത് അർമാൻ ഡുപ്ലാന്റിസ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ 6.26 ചാടിക്കൊണ്ടാണ് തന്റെ ഏറ്റവും പുതിയ റെക്കോർഡ് തകർത്തിട്ടുള്ളത്. ഈ അടുത്ത് കഴിഞ്ഞ ഒളിമ്പിക്സിൽ അർമാൻ ഡുപ്ലാന്റിസിന്റെ റെക്കോർഡ് 6.25 എന്ന റെക്കോർഡാണ് വീണ്ടും അദ്ദേഹം തന്നെ തകർത്തിട്ടുള്ളത്. ഇപ്പോൾ 6.26. കഴിഞ്ഞ ഒളിമ്പിക്സിൽ അത് 6.25 മീറ്റർ ആയിരുന്നു. മീഥേൻ ഉത്ഭവനം ട്രാക്ക് ചെയ്യുന്നതിനായി ഏത് ബഹിരാകാശ സംഘടനയാണ് ടാനേജർ 1 സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്? നാസ. നാസയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ച് ആണ് ടാനേജർ 1 സാറ്റലൈറ്റ്. ഇത് അറ്റ്മോസ്ഫിയറിലെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും മീഥേന്റെ അളവ് ചെക്ക് ചെയ്തതിനു വേണ്ടിയുള്ള ഒരു സാറ്റലൈറ്റ് ആണിത്. ഈ അടുത്താണ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് നാസയുടെ ടാനേജർ 1 സാറ്റലൈറ്റ് വിക്ഷേപിച്ചിട്ടുള്ളത്. 2024 ഓഗസ്റ്റ് 27 ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള ഷൻസാൻ ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ് സമീപിക്കുന്നത്? ജപ്പാൻ. അപ്പൊ ജപ്പാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചുഴലിക്കാറ്റാണ് ഷൻസാൻ ചുഴലിക്കാറ്റ്. ജപ്പാനിൽ ഇന്നോ നാളെയോ ആയിട്ട് ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള ഒരു ചുഴലിക്കാറ്റാണിത്. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് ജപ്പാന്റെ മെട്രോളജിക്കൽ ഏജൻസിയാണ്. നോർത്ത് ജപ്പാനിലേക്ക് ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള ഒരു ചുഴലിക്കാറ്റാണ് ഷൻഷാൻ എന്ന ചുഴലിക്കാറ്റ്. നാസയുടെ അഭിപ്രായത്തിൽ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും ഏത് മാസത്തോടെ ഭൂമിയിലേക്ക് മടങ്ങും? 2025 ഫെബ്രുവരി. കേവലം 8 ദിവസത്തേക്ക് വേണ്ടി മാത്രം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്ത സുനിത വില്യംസും ബാരി വിൽമോറും ഇന്നിപ്പോൾ 8 മാസം ആണ് തികച്ചുകൊണ്ടാണ് വരാൻ പോകുന്ന 2025 ഫെബ്രുവരിയിൽ ഭൂമിയിലേക്ക് വരിക.
അവർ സഞ്ചരിച്ചിരുന്ന സ്പേസ് ക്രാഫ്റ്റ് അതിൽ വന്നിട്ടുള്ള ചില ടെക്നിക്കൽ ഫോൾട്ട്, അതുകൊണ്ട് അവർക്ക് സ്പേസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥ വന്നു. ഇന്നിപ്പോൾ വീണ്ടും അവരുടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ. ആ സമയങ്ങളിലൊക്കെ പലർക്കും ഒരു ചിന്തയുണ്ടായിരുന്നു എന്ത് സംഭവിക്കുമെന്നെല്ലാം. എന്നാൽ അത് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാസ കൈകാര്യം ചെയ്തിട്ടുള്ളതും. ഇനി ഫെബ്രുവരി 2025 വരെയായിരിക്കുള്ളൂ അവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തങ്ങുക. ഇന്നലെ ഓഗസ്റ്റ് 26 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, യൂണിറ്റ് 4ന്റെ മുഴുവൻ ഓപ്പറേഷൻ പ്രഖ്യാപിച്ച കക്രാപ്പർ ആണവ പവർ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇതിന്റെ ഉത്തരം ഗുജറാത്ത്. ഗുജറാത്തിലെ ഒരു ആറ്റമിക് പവർ സ്റ്റേഷൻ ആണ് കക്രാപ്പർ പവർ സ്റ്റേഷൻ. ഇന്നിപ്പോൾ 4ാമത്തെ യൂണിറ്റിന്റെ ഫുൾ ഓപ്പറേഷൻ ആയി എന്ന് പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള പത്രങ്ങളിൽ. അതായത് 700 മെഗാവാട്ടിന്റെ ഉൽപാദനമാണ് കക്രാപ്പർ ആറ്റോമിക് പവർ സ്റ്റേഷനിലെ 4ാമത്തെ യൂണിറ്റിൽ നിന്ന് ഇപ്പോൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫുൾ ഓപ്പറേഷനിലേക്ക് എത്തി എന്ന കാര്യമാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCIL പ്രഖ്യാപിച്ചത്. പുതിയ 4ാമത്തെ യൂണിറ്റ് അത് 700 മെഗാവാട്ട് പ്രഷറൈസ്ഡ് ഹെവി വാട്ടർ റിയാക്ടറാണ് PHWR. ഇപ്പോൾ കക്രാപ്പർ ആറ്റോമിക് പവർ സ്റ്റേഷൻ ഇത് ഗുജറാത്തിലാണ്. അപ്പോൾ ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ എത്ര പുതിയ ജില്ലകൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചു? 5 ജില്ലകൾ. ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം 2024 ഓഗസ്റ്റ് 26 ഡൽഹിയിലേക്ക് മടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സിവിലിയൻ ബഹിരാകാശ സഞ്ചാരി ആരാണ്? ഗോപിചന്ദ് തോട്ടക്കുറ. 2024 ഓഗസ്റ്റ് 25 തന്റെ പോൾ വോൾട്ട് ലോക റെക്കോർഡ് വീണ്ടും തകർത്തത് ആരാണ്? അർമാൻ ഡുപ്ലാന്റിസ്. മീഥേൻ ഉത്ഭവനം ട്രാക്ക് ചെയ്യുന്നതിനായി ഏത് ബഹിരാകാശ സംഘടനയാണ് ടാനേജർ 1 സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്? നാസ. 2024 ഓഗസ്റ്റ് 27 ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള ഷൻഷാൻ ചുഴലിക്കാറ്റ് ഏത് രാജ്യത്താണ് സമീപിക്കുന്നത്? ജപ്പാൻ. നാസയുടെ അഭിപ്രായത്തിൽ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും ഏത് മാസത്തോടെ ഭൂമിയിലേക്ക് മടങ്ങും? 2025 ഫെബ്രുവരി. ഇന്ന് ഓഗസ്റ്റ് 27. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ആസ് ഓഫ് ജൂലൈ 2024 ഹൂ ഹോൾഡ്സ് ദി നാഷണൽ റെക്കോർഡ് ഫോർ മെൻസ് പോൾ വോൾട്ട് ഇൻ ഇന്ത്യ? 2024 ജൂലൈയിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ പുരുഷന്മാരുടെ പോൾ വോൾട്ടിന്റെ ദേശീയ റെക്കോർഡ് ആരുടേതാണ്? ഇന്നിപ്പോൾ നമ്മൾ അർമാൻ ഡുപ്ലാന്റിസിനെ കുറിച്ച് പറഞ്ഞു. വേൾഡിലെ ഏറ്റവും നമ്പർ 1 എന്ന ലെവലിൽ നിൽക്കുന്ന പോൾ വോൾട്ടിന്റെ രാജാവാണ് അർമാൻ ഡുപ്ലാന്റിസ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏത് വ്യക്തിയാണ് പോൾ വോൾട്ടിൽ ഏറ്റവും കൂടുതൽ, അതായത് നാഷണൽ റെക്കോർഡ് ഭേദിച്ചിട്ടുള്ള വ്യക്തി? 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. അപ്പോൾ ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകി വരുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.